നമസ്കാരം. വെനീസ് ടൂർണമെന്റ് മറ്റൊരുവിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരണം, ആ മരണത്തെ സമാധിയാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മക്കൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രഹ്മശ്രീ ഗോപാൽ സ്വാമി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ഒരു മകൻ അതേപോലെ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണ്. ഈ അമ്മയും മക്കളും മാത്രം അറിഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഈ 9-ാം തീയതി പോസ്റ്റർ ഒട്ടിച്ചപ്പോഴാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. വിവരം അറിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് സംശയമുണ്ടായി. ഇദ്ദേഹം മരണപ്പെട്ടോ, ഇദ്ദേഹം അവിടെ ഉണ്ടോ? കാരണം കുറെ കാലമായിട്ട് ഇദ്ദേഹം അസുഖത്തിലാണെന്ന് മക്കൾ തന്നെ ഒരു വീഡിയോയിൽ പറയാൻ നമ്മൾ കേട്ടായിരുന്നു. അതായത് ഇദ്ദേഹത്തിന് ഒരുപാട് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം പ്രഷറിന്റെ ഗുളിക കഴിച്ചിട്ട് അച്ഛൻ മക്കളോട് പറഞ്ഞു, ഞാൻ അവിടെ പോയി ഇരുന്ന് സമാധിയാകാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം നടന്നു പോയി അവിടെ പോയി ഇരുന്നു എന്നാണ് പറയുന്നത്. മറ്റു മക്കൾ പറയുന്നത് അദ്ദേഹം ഒരുപാട് കാലമായിട്ട് കിടപ്പായിരുന്നാണ്. അപ്പം എല്ലാവരും, ഈ അമ്മയും മക്കളും പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. നാട്ടുകാർ ഇത് പോലീസിൽ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണമായിട്ട് എത്തിയപ്പോഴത്തേക്ക് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ അജണ്ട എന്ന് വെച്ച് ചെയ്യുന്നത് ഈ ഒരു വിഷയം അത് സാമുദായികമാക്കി മാറ്റി വർഗീയവൽക്കരിച്ച് ഇതിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് ചർച്ച ചെയ്യിപ്പിച്ച് ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, VHP പോലുള്ള കൊടിയ വർഗീയ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരികയും അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുകയും ഇന്നലെ ഇത് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ നിന്ന് പോലീസ് പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയമ നടപടികൾ അത് നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കും. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇത്തരത്തിൽ ഒരു മരണം നടക്കുകയും അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. നമുക്കൊരു ചെറിയ വീഡിയോ ഒന്ന് കാണാം. അതായത് ഇവരുടെ ഈ പൂജാരിയായിട്ടുള്ള മകനും ഇവരുടെ ഇളയ മകനും കൂടെ പറയുന്ന ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അതായത് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ അജണ്ട എന്താണോ അത് ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ ഒരു സംഭവം അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞ് ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച് തീ പിടിപ്പിച്ച് ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ വൃത്തികെട്ട ചാണക സംഖ്യകളുടെ ബുദ്ധി എത്രത്തോളമാണോ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ അമ്മയും മക്കളുടെയും ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 പെർഫോമൻസാ ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ 2025 സംസ്ഥാന അവാർഡും ദേശീയ അവാർഡൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കിടിലൻ പെർഫോമൻസ് ആണ് ഈ അമ്മയും മക്കളും കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് സ്വാമി പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാം. എന്താണ് സമാധി, എന്താണ് മരണം? സത്യത്തിൽ ഇദ്ദേഹം അവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. ഒന്നില്ലെങ്കിൽ ഇയാളെ കൊന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒരു സംശയം. ആ സംശയം മറ നീക്കി പുറത്തു വരണം. അത് വരേണ്ടത് ഈ അനിവാര്യം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. അത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമന്റ് അറിയിക്കാം. നമുക്ക് നേരെ ആദ്യം ഈ മക്കൾ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് സ്വാമിയുടെ എന്റെ മൃത്യുവായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോണത്. നിങ്ങളെല്ലാം പഠിച്ചിട്ട് ആദ്യം ഈ മുസ്ലിം തീവ്രവാദികളാണ്, സത്യ തീവ്രവാദികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ ഉണ്ടാക്കുന്നത്. അല്ല, ഞങ്ങൾ വിചാരിച്ചാൽ ആൾ കൂടും പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് സാർ പോകരുത്. പോയാൽ ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും. എല്ലാ ചടങ്ങുകളും നടത്തി ഭസ്മം ഇട്ട ഒരു പ്രതിഷ്ഠ നടത്തിയിരിക്കും പോലെ നടത്തിയിരിക്കുകയാണ് അവരുടെ വിശ്വാസത്തിൽ. ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊളിക്കരുത്. വക്കീൽ വന്നു നിന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഈ മനുഷ്യൻ സമാധി ആയതോ അല്ലെങ്കിൽ മരണപ്പെട്ടതോ ആയിക്കോട്ടെ, അവിടെ വളരെ ആസൂത്രിതപരമായിട്ട് ഈ മുസ്ലിം തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്ന ഈ പരമനാറികളെയൊക്കെ ആ സ്പോട്ടിൽ തന്നെ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ട് അത് ഇടിച്ചു പൊളിച്ചിട്ട് അതിനകത്ത് ആ മനുഷ്യനുണ്ടോ, അല്ലെങ്കിൽ ഇനി സമാധി ആയതാണോ, മരിച്ചതാണോ, കൊലപാതകമാണോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഇനി പോലീസിനുള്ളതാണ്. അതവർ വൃത്തിയായിട്ട് നടത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി സമാധി പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞല്ലോ, അപ്പൊ അതിനുള്ളൊരു മറുപടി ഈ സ്വാമി തന്നെ കൊടുക്കും. കാരണം നമുക്ക് അതിനെ കുറിച്ചിട്ട് വലിയ ബോധമില്ലാത്തതുകൊണ്ട് സ്വാമി പറയുന്നത് എന്താണെന്ന് കേട്ടേക്കാം. സ്വാമി, ഇവിടെ ഒരു സമാധിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. കുടുംബാംഗങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട് എന്നതാണ് പോലീസ് നടപടികളിലേക്കൊക്കെ എത്തുന്നത്. നാട്ടുകാരുടെ പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് കേസെടുത്തിരിക്കുന്നത്. ആളെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ. യുക്തിക്ക് നിരക്കുന്നതാണോ ആ കുടുംബം ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ? വിചിത്ര കാണുന്നത്. കാരണം ഈ സമാധി എന്ന് പറയുമ്പോൾ സന്യാസിമാര്
മരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇപ്പൊ നമുക്കറിയാതെ ഇതുപോലെ തിരുമേനിമാരാണെന്നുണ്ടെങ്കിൽ കാലം ചെയ്തു എന്ന് പറയുന്നു, ആനയാണെന്നുണ്ടെങ്കിൽ അത് ചത്തുപോയി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചരിഞ്ഞെന്ന് പറയുന്നു, കാക്കയാണെങ്കിൽ ചത്തുപോയി എന്ന് പറയുന്നു. അപ്പൊ സന്യാസിമാർ മരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ സമാധി. പക്ഷെ ഇത് ഞാൻ വളരെ വിചിത്രമായി പറയുന്നത് കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം സാധാരണ സമാധി എന്ന് പറയുമ്പോൾ സന്യാസിമാരായിട്ടുള്ള ആളുകളോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ നേരത്തെ അതിനെക്കുറിച്ച് മുൻകൂട്ടി പറയുകയും അത് അവരുടെ ശിഷ്യന്മാരെയോ അല്ലെങ്കിൽ മറ്റുള്ള അവരുമായി ബന്ധപ്പെട്ട ആളുകളെയോ അറിയിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ആ ദിവസം മുൻകൂട്ടി പ്രവചിക്കപ്പെടുന്നതാണ് എങ്കിൽ ആ ദിവസം അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയും അതൊരു എന്താ പറയാ എല്ലാവരും അറിഞ്ഞൊരു ആഘോഷമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണയായിട്ട് അത് കണ്ടുവരുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞു ഇന്ന ദിവസം സമാധിയാകും, 5 വർഷത്തിന് മുമ്പ് മൈലാടിയിൽ നിന്നും പത്മദളം കല്ല് കൊണ്ടുവന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം BP-യുടെ ഗുളിക കഴിച്ച് അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് ഇരുന്നു അല്ലെങ്കിൽ നടന്നു സമാധിയായി. എന്തുകൊണ്ട് ആളുകളെ അറിയിച്ചില്ല അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിച്ചില്ല? ദുരൂഹമായിട്ട് ഇതിങ്ങനെ വെച്ചിരിക്കുന്നു. അവിടെയാണ് പ്രധാനമായിട്ടും നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇതിനോട് വിയോജിക്കുവാനായിട്ട് കഴിഞ്ഞത്. നേരെ വിശ്വാസത്തിൽ അവരുടെ അവകാശമെന്നോ അല്ലെങ്കിൽ അവരുടെ റൈറ്റ് എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ കൊടുക്കാനും പറയാനും ഒക്കെ കഴിയും. പക്ഷെ ഇത് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ വിചിത്രവും വ്യത്യസ്തവുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ദുരൂഹത മറനീക്കി പുറത്തു വരണം. സമാധി എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും ദുരുപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു വിഷയം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പുറം ഒരുപാട് ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടി ഉയരുകയാണ്. ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പേരിൽ നടന്ന സംഭവം എന്നതിനപ്പുറം ഏറെ നാളായി കിടപ്പ് രോഗിയായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത്. അദ്ദേഹം നടന്ന് അവിടെ ചെന്നു ഇരുന്നു എന്ന തരത്തിലൊക്കെയാണ് മക്കൾ പറയുന്നത്. അതിൽ 2 മക്കൾ പറയുന്നതിലും ഭാര്യ പറയുന്നതിലും ഒക്കെ ദുരൂഹതകളുണ്ട്. അപ്പോൾ ഇതിന്റെ നിയമ നടപടികൾ ആ നിലയിൽ തന്നെ പോകണ്ടേ? കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിനെതിരാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമുണ്ടോ? സൂചിപ്പിച്ചു, നിങ്ങൾ ഇവിടെ പറയുന്നു ഇതുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. ആ ദുരൂഹത മറനീക്കി പുറത്തു കൊണ്ടുവരിക എന്നാണ്. നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും നവോത്ഥാനപരമായിട്ടുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ ഇടയിൽ വളരെ ബലപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ എന്താ പറയാ, ഞാൻ മരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് അവർ ഉപയോഗിച്ച വാക്ക് തന്നെ ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരാൾ സമാധിയായിരുന്നു. പക്ഷെ ചിലപ്പോൾ അദ്ദേഹം സമാധി ആയത് തന്നെ ആയിരിക്കാം, അദ്ദേഹത്തെ അങ്ങനെ ഇരുത്തിയത് തന്നെ ആയിരിക്കാം. എല്ലാ വിധത്തിലുള്ള ക്രിയാകർമ്മങ്ങളോടും കൂടി ആ കാര്യങ്ങളെല്ലാം ആചാര ഉപചാര മര്യാദകളോട് കൂടിയിട്ട് ചെയ്തതായിരിക്കാം. പക്ഷെ ഇതിനകത്ത് ദുരൂഹത, നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആ ദുരൂഹതയെ മാത്രമേ അഡ്രസ് ചെയ്യാൻ കഴിയൂ. അല്ലാതെ വിശ്വാസത്തിന്റെ ഭാഗത്ത് അവർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ചും ഇതിനകത്തൊരു ഒരു എക്സംഷനോ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനോ ഈ കേസിൽ കിട്ടുമെന്നോ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സമാധി എന്താണെന്നുള്ളത് നമ്മുടെ ഈ സ്വാമിജി തന്നെ പറഞ്ഞ് വ്യക്തമാക്കി തന്നിട്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ സമാധിയെ കുറിച്ച് നമ്മൾ പറയേണ്ട. സത്യത്തിൽ ഇവിടുത്തെ ചാണക സംഖ്യകൾ ഈ ഗോമൂത്രവും ചാണകവും ഭക്ഷിച്ച് ഇവന്റെയൊക്കെ ബുദ്ധി മരവിച്ചു പോയി. കാരണം ഇവന്റെയൊക്കെ കയ്യിലിരിക്കുന്നത് വർഗീയത എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളൂ. ആ നാട്ടുകാരെല്ലാവരും കൂടെ ഉണ്ടാക്കിയ ഒരു പ്രശ്നം അത് മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് മനഃപൂർവ്വം എടുത്ത് വെച്ചുകൊണ്ട് ഈ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ഈ വൃത്തികെട്ട പരിപാടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്. അവർ പറഞ്ഞു കൊടുത്തതനുസരിച്ചിട്ടാണ് ഈ വേട്ടാവാളിയന്മാരായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ 2 മക്കൾ നിന്നുകൊണ്ട് മുസ്ലിം തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കവിടെ മനസ്സിലാകും. ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കേണ്ടത് അത് അനിവാര്യമാണ്. കാരണം അതിനകത്ത് അദ്ദേഹം ഉണ്ടോ, അദ്ദേഹം ഇരിക്കുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം കിടക്കുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് പോയി സമാധിയായതാണോ എന്നൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ഓരോ പൗരനും അറിയേണ്ടത് അനിവാര്യമാണ്. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. അതിനാരും തടസ്സം നിന്നിട്ട് കാര്യമില്ല. ഈ സംഖ്യ ചാണകങ്ങൾ നാറുന്നതല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇതിനകത്തേക്ക് മുസ്ലിമിനെ വലിച്ചഴച്ച് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാമെന്നുള്ള നിങ്ങളുടെയൊക്കെ ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ, അതിവിടെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. കാരണം ഇത് കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയേണ്ടത് തന്നെയാണ്. എന്താണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് വാർത്തകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകളെ കുറിച്ചൊക്കെ നമ്മൾ വാർത്ത ചെയ്യും. നാളെ കുറെ വേട്ടാവാളിയന്മാർ ഈ ഒരു വിഷയം പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് സംസാരിക്കും എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അവനൊക്കെ വരുമ്പോൾ അതേ നാണയത്തിൽ ഇവന്റെ കണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന മറുപടിയുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും